ഡോഗിസ്ഥാൻ എന്നുള്ള പേര് വന്നത് എനിക്ക് തോന്നി അങ്ങനെ പട്ടികളുടെ രാജ്യം, പട്ടികൾക്ക് വേണ്ടി പട്ടികളുടേതായ ഈ ഡെമോക്രസിയെ പറ്റി പറയില്ല, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇത് അങ്ങനെ ഒരു ഇതാണ്. ഓഫ് ദി ഡോഗ്സ്, ഫോർ ദി ഡോഗ്സ്, ബൈ ദി ഡോഗ്സ്. പട്ടികൾക്ക് ഇന്നലെ നമ്മുടെ നോക്കുകയാണെങ്കിൽ പട്ടികളുടെ ഒരു പ്രധാനമന്ത്രി, ഒരു ഡിഫൻസ് മിനിസ്റ്റർ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഡോഗിസ്ഥാൻ എന്നാണ് അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഒരു ഫാം ലാൻഡ് ഉണ്ട്, മുഴുവൻ ഓർഗാനിക് ഫാർമിംഗ് ആണ്. ഈ പട്ടികളെല്ലാം റോട്ടിൽ നിന്ന് പറയിക്കൊണ്ടുവന്ന പട്ടികളാണ്. ഈ പണ്ടേ പട്ടികളെ വലിയ ഇഷ്ടമാണ് എന്നെ, കൊച്ചിലേ തൊട്ട് എനിക്ക് പട്ടികളുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു. ആദ്യം ഞാനൊരു സെയിൽസ്മാൻ ആയിരുന്നു, ഒരു കമ്പനിയിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചേർന്നു, അവിടെ മാനേജറായിട്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. പിന്നെ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് എന്നൊരു ബാങ്കിൽ ചേർന്നു, അവിടെയും പലയിടത്തായിട്ട് ജോലി ചെയ്തു. സീനിയർ ഡയറക്ടറായിട്ട് തന്നെ റിട്ടയർ ചെയ്തു. പിന്നെ കുറേ IT കമ്പനികളിൽ ജോലി ചെയ്തു. അങ്ങനെ 54 വയസ്സായപ്പോഴത്തേക്കും ഞാൻ ജോലിയൊക്കെ നിർത്തി. മനുഷ്യരുടെ കൂടെയുള്ള ഒരു ജീവിതം മതിയായെന്ന് തോന്നി എനിക്ക്. പിന്നെ എൻ്റെ പഴയ ഒരു ഈ ഒരു ഹോബിയിലോട്ട് വന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു പട്ടിയെ റോഡിൽ ഇടിച്ചിട്ടിരുന്നു. ഒരു ഓട്ടോറിക്ഷയെന്ന് ഇടിച്ച് അതിൻ്റെ നടുവെല്ലാം ഒടിഞ്ഞ് പാരലൈസ്ഡായിട്ട് കിടക്കുകയായിരുന്നു. അതിനെ ഞാൻ എടുത്തുകൊണ്ട് വന്നു വീട്ടിൽ. അതിനെ ശുശ്രൂഷിച്ചു. അത് നന്നായി കഴിഞ്ഞത് പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച് അതിൽ നിന്ന് കിട്ടിയ 2-3 പട്ടികൾ വെച്ചാണ് ഇത് തുടങ്ങിയത്. പിന്നെ ഞാൻ റൂട്ടിൽ നിന്ന് എടുത്ത് തുടങ്ങി. ആ പട്ടിയെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ പട്ടി മരിച്ചുപോയി. അതിൻ്റെ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് കൊണ്ട് പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റോഡുകളിൽ നിന്ന് കാണുന്ന പട്ടികളെയൊക്കെ കുറേശ്ശെ എടുത്തു, പപ്സിനെയൊക്കെ എടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു രീതി അത് കൊണ്ടുവന്നു. അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പട്ടി സ്നേഹികളുണ്ട്, ഡോഗ് ലവേഴ്സ് ഒരുപാടുണ്ട്. അപ്പം അവരാരെങ്കിലും സ്പോൺസർ ചെയ്യുമെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 ഈ ഇവിടുത്തെ പട്ടികൾ സ്പോൺസേഡ് ഡോഗ്സാണ്. ഏകദേശം 5 പട്ടികൾ സ്പോൺസേർഡാണ്. അപ്പം അതിൻ്റെ ചിലവ് മുഴുവൻ വേറെ പല ഈ ഡോണേഴ്സാണ് നോക്കുന്നത് മുഴുവൻ. ഈ വർഷം ഇനി എടുക്കാൻ പോകുന്നുണ്ട് 4 പട്ടിക്കുട്ടികളുടെ സ്റ്റേജിൽ നിന്ന് ഞാൻ എടുത്ത് അതിനെ കൊണ്ട് വാക്സിനേറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. കമേർഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. മുഴുവൻ സ്ട്രീറ്റ് ഡോഗ്സ് മാത്രമേ ഉള്ളൂ, മോംഗ്രൽസ് മാത്രമേ ഉള്ളൂ. ബ്രീഡ്സ് ഒന്നും എടുക്കുകയില്ല. പിന്നെ ഇതൊരു ഡോഗ് ബോർഡിങ് ഹൗസ് ഒന്നുമല്ല. ആൾക്കാർക്ക് ഇവിടെ പട്ടിയെ കൊണ്ട് തന്നിട്ട് അവർക്ക് അവരുടെ വെക്കേഷന് പോവുകയോ അങ്ങനത്തെ രീതിയിലുള്ള നോ കമേർഷ്യൽ ആക്ടിവിറ്റീസ്. ഇവിടെയുള്ള പട്ടികൾ ഇവിടുത്തെ പട്ടികളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു സമാധാനമുണ്ട്. ഞാൻ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കോർപ്പറേറ്റ് ലൈഫായിരുന്നു. എനിക്ക് വളരെയധികം സ്ട്രെസ് എടുത്തിട്ടുണ്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പോയി കിടന്നിട്ടുമുണ്ട് പലപ്പോഴും, ഹൈ ബ്ലഡ് പ്രഷറൊക്കെ വന്നിട്ട്. ഡോക്ടറിനെ എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറിനെ കാണാൻ പോകുമ്പം ഒരു തവണ ഡോക്ടർ എന്നെ പറഞ്ഞു ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞൊരു വീൽ ചെയർ കൊണ്ടുവന്ന് അതിൽ കയറ്റിക്കൊണ്ട് നേരെ ICU കൊണ്ടുപോയി. അത് ആ സ്ട്രെസ് ഇപ്പോൾ ഒട്ടും ഇല്ല. ഇത് ഏകദേശം 20 വർഷം മുമ്പേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം വലിയ സമാധാനമാണ് എനിക്ക്. ഈ പട്ടികളുടെ കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാൻ പറ്റുന്നത് വലിയൊരു സമാധാനമാണ് എനിക്ക്. അമ്മോ അമ്മോനും ചെറിയ ഒരുപാട് സപ്പോർട്ടുണ്ട്. ഭാര്യയ്ക്കാണെങ്കിൽ പണ്ട് പട്ടികളെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പട്ടികൾ തന്നെ അവളെ മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പം ദിവസം ഈ പട്ടികളെ ഒന്ന് കണ്ടില്ലെങ്കിൽ അവൾക്ക് വലിയ സങ്കടമാണ്. പിന്നെ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ എടുത്തതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. സ്ട്രീറ്റ് ഡോഗ്സ് വളരെ റഗഡാണ്, വളരെ സ്ട്രോങ് ആണ് ഈ പട്ടികൾ. അവർക്ക് ഈ ബ്രീഡ്സിനേക്കാളുമൊക്കെ ഒരു ഹെൽത്തിയാണ്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ എൻ്റെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് വളരുന്ന ഒരു മൃഗമാണിത്.
അതുകൊണ്ട് ഇതിന് വലിയ മെഡിക്കൽ ചിലവുകളൊന്നുമില്ല. വാക്സിനേഷൻ കൊടുക്കണം, സമയത്തിന് ആഹാരം കൊടുക്കണം, പിന്നെ ഈ ടിക്സ് വരാതിരിക്കാൻ നോക്കുക, ഫ്ലീസ് ആൻഡ് ടിക്സ്. പേന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കും. ഒരു 10-14 വർഷം മിനിമം ഇരിക്കും അത്. ഇതുങ്ങൾക്ക് എല്ലാത്തിനും പേരുണ്ട്. ഇവൻ്റെ പേര് ഗുണ്ട എന്നാണ്. ഞാൻ ഇവിടുത്തെ ലീഡറാണ് ഇതിനകത്ത്. കയ്യിൽ സ്വല്പം ഗുണ്ടായുസമൊക്കെ ഉണ്ട് അവന്. ഇത് സിംബ, ഇത് അമ്മു, ഇതൊരു സ്പോൺസർഡ് ഡോഗാണ്. അത് യോഡ, ഗ്രീക്ക് ഇതാ യോഡ, ഇത് തന്നെ യോഡ, സ്റ്റാർ വാർസിൻ്റെ യോഡയാണ്. അത് സോളോ. ആ ഇടയ്ക്ക് വന്ന് പട്ടികൾക്ക് കുറേ സ്റ്റാർ വാർസിൻ്റെ പേരിട്ടു, ക്യാരക്ടേഴ്സിൻ്റെ പേരിട്ടു. പിന്നെ ആ പെൺപട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നത് അതൊരു എൻ്റെ പേര് റൗഡി എന്നാണ്. അവിടെ അകത്ത് നിൽക്കുന്നു. പിന്നെ ഉണ്ട്. അത് നല്ലൊരു ചോദ്യമാണ്. അതിൽ അവർക്ക് അവിടെ ആശുപത്രിയുണ്ട്. ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. ഒരു രാകേഷ് ശുക്ല എന്നിട്ട് പറഞ്ഞ് ഈസ് ഡൂയിങ് എ ഫാൻറ്റാസ്റ്റിക് ജോബ്. അയാൾ വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യുകയാണ്. ആ ഒരു ലെവൽ വരെ എനിക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഞാൻ മാത്രം ഇൻവോൾവാണ് ഇതിൽ, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ആ ലെവൽ വരെ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ഒരു 5-6 പട്ടികളെ കൂടെ എടുക്കുക എനിക്ക്, പ്രൊവൈഡഡ് ദർ ഇസ് സം സ്പോൺസർഷിപ്പ്. ഇനി 5-6 പട്ടികളെ കൂടെ എടുക്കാം. പിന്നെ ഞാൻ നോക്കുന്ന രീതി വേറെയാണ്. എല്ലാം പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇവരെ ഓരോരുത്തർക്കും എൻ്റെ അടുത്ത് വലിയ സ്നേഹമുണ്ട്. അപ്പം 500-600 പട്ടികൾ എടുക്കാനുള്ള ഒരു വിഷൻ എനിക്കില്ല എന്ന് തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തിന് അതുണ്ട്, ആ മനസ്സിനുള്ള ആ ശക്തിയുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സ്ഥലം ഞാൻ താമസിക്കുന്ന വീട് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ഫാം ലാൻഡ് വേണമെന്നുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വന്നു, എല്ലാം കൂടെ ചേർന്ന് വന്നു ഇവിടെ ഈ ഒരു 1/2 ഏക്കർ സ്ഥലം. പിന്നെ ഇവിടെ ഞാൻ കുറേ ചിലവാക്കി പട്ടികൾക്ക് വേണ്ടി. അവർക്ക് ഓടിയടക്കാനുള്ള സ്ഥലം, അവർ വേറെ ഈ ചെടികളെ ഒന്നും ഉപദ്രവിക്കാതിരിക്കാനായിട്ടൊരു ഫെൻസിങ് എല്ലാം കെട്ടി. ഇവർക്കൊരു കിച്ചണുണ്ട്, ഇവർക്ക് റിട്ടയറിങ് റൂമുണ്ട്. അകത്ത് പോയി കിടന്നു മഴയത്തൊക്കെ പോയി സുഖമായിട്ട് കിടക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവെ പട്ടികളെല്ലാം സന്തോഷമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അവരുടെ ഫീഡ്ബാക്ക് ഒന്നും എടുത്തിട്ടില്ല ഞാൻ. സോ ഐ റിക്വസ്റ്റ് എനിബഡി ആൻഡ് എവരിബഡി not to chase the dogs, chase breeds. Now I get a lot of calls saying, do you have Rottweilers, do you have German Shepherds, do you have the other varieties, Golden Retrievers and Labradors. They are all dogs, I agree. Every dog is a dog at heart, you know. They are very loving animals. Look after the Indian dogs. The amount of love that they can give you in return is much more than what any other dog can give you.